Lopedo, Damacho, Salango, Gary, Nudum, Sanotrum, Hypertrimatosal, Pipado, Melito, Catacachai, Menocochilipicosi, Pufato, Pedestera, Lactriolic, the Gofalio, Giglo, Bellario, Legorio, Serraio, Paphitogona, Trigon. Which means നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ ഇംഗ്ലീഷ് വാക്ക് ഡോക്ടർ ശശി തരൂർ പറഞ്ഞ ഇംഗ്ലീഷ് വാക്കുകളായിരിക്കും. അദ്ദേഹം പറഞ്ഞ് നമ്മളത് കേട്ടിട്ടുണ്ടാവും, പറയാൻ ശ്രമിച്ചിട്ടുണ്ടാവും, പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ മേലെ അതിലും വലിയ ഇംഗ്ലീഷ് വാക്കുകൾ പറയുന്ന ദിയയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ദിയ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇടുക്കിയിലാണ് ദിയയുടെ വീട്. ദിയ ആയിട്ടുള്ള ഒരു സൂം ഇന്റർവ്യൂയിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ദിയയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഡോക്ടർ ശശി തരൂരിനെ ഒന്ന് നേരിട്ട് മീറ്റ് ചെയ്യണം, സംസാരിക്കണം എന്നുള്ളത്. അപ്പൊ ഈ സൂം ഇന്റർവ്യൂവിൽ ഡോക്ടർ ശശി തരൂർ ജോയിൻ ചെയ്യും. അത് ദിയക്ക് അറിയില്ല. സോ ദിയ ആയിട്ടുള്ള സൂം ഇന്റർവ്യൂയിലേക്ക് പോവാം നമുക്ക്. ദിയ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ 10th ക്ലാസ്സില്. ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടോ? ഓൺലൈൻ ക്ലാസ് ഇന്ന് ഞങ്ങൾക്ക് എന്തോ സർക്കംസ്റ്റാൻസസ് മൂലം ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു. ഓക്കെ. അപ്പം ദിയയുടെ ഇംഗ്ലീഷ് വാക്കുകളെ കുറിച്ച് ഞാൻ പറയുമായിരുന്നു. ആദ്യം തന്നെ നമുക്ക് ആ വലിയ ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞ് എല്ലാവരെയും ഞെട്ടിച്ചാലോ? Okay. Lopedo, Damacho, Salango, Gadio, Clinodum, Sanotrum, Hypertrimatosal, Pipado, Melito, Catacachai, Menocochilipicosi, Pufato, Pedestera, Lactriolic, the Gofalio, Giglo, Bellario, Legorio, Serraio, Baphitogona, Trigon. wow. Oh my God, thank you. ഈ വാക്ക് എന്താ ശരിക്കും അവൻ പറഞ്ഞു തരുമോ? ഇതൊരു ഫിക്ഷണൽ ഫുഡാ. അതായത് ഇത് ശരിക്കും ഒരു ഫുഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇത് ഫിക്ഷണൽ ഫുഡാണ്. ഫുഡാണോ ഈ ഫുഡിൽ? ഇത് ഫുഡാ. ഇതിന്റെ അകത്ത് മീറ്റ് ഉണ്ട്, ഫൗൾ ഉണ്ട്, എല്ലാ ടൈപ്പ് സാധനങ്ങളുണ്ട്, സോസസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി സാധനങ്ങളുടെ കോമ്പിനേഷൻ ആണ് ഈ ഫുഡ്. ഇതൊരു ഫിക്ഷണൽ ഫുഡാ. ഇത് അപ്പൊ പറഞ്ഞാൽ തന്നെ വയറിന്നറിയും. അതെ. അപ്പൊ എനിക്ക് തോന്നി വാക്കുകളുണ്ട് ദിയയുടെ അടുത്ത്. ഇപ്പം ഞാൻ ആക്ച്വലി മൊത്തത്തിൽ ആ വീഡിയോയിൽ പറഞ്ഞത് 7 വാക്കുകളുള്ളൂ. ഇപ്പൊ ഞാൻ 1, 2, 3, 4 എന്നോട് പഠിച്ചിട്ടുണ്ട്. ഒരെണ്ണം കൂടി ഇറക്കി നമ്മള് എല്ലാരും ഞെട്ടിച്ചാലോ? ഓക്കെ റെഡി? പറയട്ടെ. പിന്നെ honorific abilitudinarius. കേക്കാവോ? ഒന്നും കൂടി. honorific abilitudinarius. honorific abilitudinarius. അത് എളുപ്പമാണ്. നമ്മളിത് ഡിവൈഡ് ചെയ്ത് നമ്മളിത് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കത് സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ. ദിയ എന്താ ഇങ്ങനെ വലിയ വലിയ വാക്കുകൾ പറഞ്ഞ് പഠിക്കാൻ തീരുമാനിച്ചേ? അതിനുള്ള കാരണം എന്തായിരുന്നു? കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒത്തിരി റീസൺസ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശശി തരൂർ സാറിന്റെ ഒരു ആർഡൻ ഫാൻ ആണ് ഞാൻ. അദ്ദേഹത്തിന് ഞാൻ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹത്തിന് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതാണ് ഫസ്റ്റ് റീസൺ ഓഫ് കോഴ്സ്. പിന്നെ അദ്ദേഹത്തിന്റെ വീഡിയോസ്, പിന്നെ അദ്ദേഹത്തിന്റെ എല്ലാ അദ്ദേഹം എന്ത് പോസ്റ്റ് ചെയ്താലും ഞാനത് കാണാതെ ഇരിക്കില്ല ഒരിക്കലും. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എപ്പോഴും കാണുന്ന ഒരാളാണ്. എസ്പെഷ്യലി അദ്ദേഹത്തിന്റെ സ്ട്രോങ് വൊക്കാബുലറി, പിന്നെ ഇംഗ്ലീഷ്, അതൊക്കെ എന്നെ എപ്പോഴും അമേസ് ചെയ്യും. അതാണ് ഫസ്റ്റ് റീസൺ. അദ്ദേഹത്തിനോടുള്ള ഇതാണ്. സെക്കൻഡ് റീസൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ഇടുക്കിന്നാണ്. അപ്പം ഇടുക്കി എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിനെ എല്ലാവരും കാണുന്ന ഒരു ഫോറസ്റ്റ് കയറിയ ഒരു ടിപ്പിക്കൽ പ്ലേസ് ആയിട്ടാണ്. അപ്പം ആ ഒരു ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ? അതെ. പക്ഷെ നമ്മൾ പുറത്തൊക്കെ ചെല്ലുമ്പോൾ, ഇപ്പൊ ഞാനാണെങ്കിലും സ്കൂളിൽ നിന്നൊക്കെ അടുത്ത് പോകുമ്പം അപ്പൊ ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും ഞാൻ ഇടുക്കിന്നാന്ന് പറയുമ്പോ, ഇടുക്കിയിലാണോ? അവിടെ കറണ്ടും നെറ്റൊക്കെ ഉണ്ടോ? അവിടെ മലയൊക്കെ അല്ലേ? അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഇടുക്കിയുടെ ഒരു എന്താ പറയുന്നത്, ഒരു ഓവറോൾ റെപ്യൂട്ടേഷൻ താഴത്തേക്ക് പോകുമ്പോൾ നമുക്കത് ഒത്തിരി കുറവാ. അപ്പൊ ഇടുക്കിയിൽ നിന്ന് ഇങ്ങനെ ഒരാൾ വരുന്നു എന്ന് പറയുമ്പോൾ ഒത്തിരി പേർക്ക് അതൊരു അമ്യൂസ്മെന്റാ. പഠിക്കുന്നപ്പോ ഞാൻ ഡീപോൾ പബ്ലിക് സ്കൂൾ, രാജമുടി. സൂപ്പർ. ഡോക്ടർ ശശി തരൂർ പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഇതുപോലത്തെ വലിയ വാക്കുകളൊക്കെ അറിയാവുന്നത്. ഓക്കെ. അപ്പൊ ഡോക്ടർ ശശി തരൂർ പറഞ്ഞ വാക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹിപ്പോ എന്നൊരു വാക്കുണ്ട്. അത് തന്നെ. അടുത്തത് മറ്റേ കറക്റ്റ്. പിന്നെ വേറെ ഒന്നുണ്ടായിരുന്നു, എക്സാക്ട്ലി, നീലിഫിലിഫിക്കേഷൻ. ലാസ്റ്റ് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഓക്കെ. ആദ്യത്തെ സിമ്പിളാ. അതാ ചോദിച്ചേ. ഡോക്ടർ ശശി തരൂർ പറയുന്നതൊക്കെ അപ്പം ദിയക്ക് ഭയങ്കര എളുപ്പമായിരിക്കും അല്ലെ? പുഷ്പം പോലെ. അത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമുക്കൊരു എളുപ്പം. ദിയയുടെ ആഗ്രഹം എന്താ ശരിക്കും? എനിക്ക് IFS എടുക്കാനാണ്, ഇന്ത്യൻ ഫോറിൻ സർവീസ്. സൂപ്പർ. ഇന്ത്യൻ ഫോറിൻ സർവീസ് നമ്മുടെ ശശി തരൂർ സർ. അപ്പൊ വാക്കുകൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആ കരിയർ പാതയും പിന്തുടരാനാണ് ആഗ്രഹം. അതെ. പിന്നെ ലോകത്ത് ഏറ്റവും വലിയ വാക്ക് ഏതായിരിക്കും? ഇംഗ്ലീഷ് വാക്ക് ലോകത്തെ ഏറ്റവും വലിയ വാക്ക് ടിൻ എന്ന് പറഞ്ഞ കെമിക്കൽ ഫോം നെയിമിലാണ്. ടിൻ എന്ന് പറഞ്ഞ കെമിക്കൽ. ടിൻ.
ഓക്കെ. ആ കെമിക്കൽ അതിന്റെ കെമിക്കൽ നെയിം ആണ്. അതില് ലെറ്റേഴ്സിന്റെ കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,89,819 ലെറ്റേഴ്സ്. അയ്യോ 1 lakh. അത് ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ആണോ? അത് പറയണ്ടേ നമുക്ക് ആ വേർഡ്? അത് ഉറപ്പായിട്ടും പറയണം, ഉറപ്പായിട്ടും. അത് എളുപ്പം പറയാൻ പറ്റുമോ? അത് ഇല്ലില്ല, അതിന്റെ അകത്ത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു അതിന്റെ അകത്ത് എല്ലാ വേർഡ്സും സിമിലർ ആയിട്ട് എൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് എളുപ്പമായിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ 1 lakh ലെറ്റേഴ്സ് ഇല്ലേ, നമുക്കതെല്ലാം ഒന്ന് ഒരുമിച്ച് ക്യാപ്ചർ ചെയ്യണ്ടേ, അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. 1 lakh ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ എത്ര സമയം എടുക്കും ഇത് പറയാൻ? 3 hours എടുക്കുന്നാണ് മോസ്റ്റ് കോമൺലി ആൾക്കാർ പറയുന്നത്. 3 hours. 3 മണിക്കൂറോ? 3 മണിക്കൂർ എടുക്കും. ഇത് ആരെങ്കിലും പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ? പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം ഇത് നോക്കി വായിക്കും. അപ്പൊ അവര് ലൈക്ക് 3 മണിക്കൂർ കൂടുതൽ എടുക്കാറുണ്ട്. ഓക്കെ. അപ്പം നമുക്ക് എന്താ ഇത് ദിയ എന്താ ഇത് പറയാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നു ഞാനിപ്പോ 10th അപ്പൊ നെക്സ്റ്റ് ഇയർ ഓർ ആഫ്റ്റർ നെക്സ്റ്റ് ഇയർ ഞാൻ പറയുന്നതായിരിക്കും. 12th 11th. ഓക്കെ. പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് പൊളിക്കണം. അതെ. അത് ലോകത്തെ ഏറ്റവും വലിയ വാക്ക് പറയുന്ന ആദ്യത്തെ മലയാളിയായി മാറി ദിയ. അതെ, കാണാതെ പറയുന്നേ. ഈ ഇപ്പൊ പറഞ്ഞ വാക്കുണ്ടല്ലോ, നമ്മൾ ആദ്യം തുടങ്ങിയപ്പോ തന്നെ എല്ലാരും ഞെട്ടിച്ച വാക്കുണ്ടല്ലോ, അതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? അത് എത്ര വലുതാ അത് കമ്പയർ ടു? അതിൽ 182 ലെറ്റേഴ്സ് ഉണ്ട്. 182. നമ്മള് 3 മണിക്കൂർ എടുത്ത് ലോകത്തിലെ ഏറ്റവും വലിയതില് 1 lakh. സെക്കൻഡ് വരുന്നത് 9,000 ആ റേഞ്ചിലുള്ള ഒരു വേർഡാ. തേർഡ് ആണ് ഞാൻ പറഞ്ഞ 182 ലെറ്റേഴ്സ് ഉള്ള വാക്ക്. ഈ 182 ലെറ്റേഴ്സ് ഉള്ള ഈ വാക്കുണ്ടല്ലോ, നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഫുഡ് ഐറ്റം, ഇത് എത്ര കാലം എടുത്ത് ദിയക്ക് പഠിക്കാൻ, മെമ്മറൈസ് ചെയ്യാൻ? ഇതുണ്ടല്ലോ സീരിയസ്ലി ഞാൻ 1 day എടുത്തുള്ളൂ ഇത് പഠിക്കാൻ. എനിക്ക് എളുപ്പമായിരുന്നു ഇത്. പിന്നെ 1 day? സീരിയസ്ലി 1 day എടുത്തുള്ളൂ. പക്ഷെ ഇത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ്. നമ്മൾ അതിന് വേണ്ടി മാത്രം ഇത്തിരി ഫോക്കസ് ചെയ്തു. പിന്നെ നമ്മൾ അത് ഓരോ വേർഡ് സ്പ്ലിറ്റ് ചെയ്തു. പിന്നെ എന്റെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിച്ച് കേട്ടു. അങ്ങനെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ 1 dayക്കുള്ളിൽ തന്നെ പഠിച്ചു. എനിക്ക് വാശിയായിരുന്നു. അപ്പൊ ഈ വേർഡ് ഡോക്ടർ ശശി തരൂരിന് ദിയ പറയുന്നത് അയച്ചു കൊടുത്തായിരുന്നോ? നമ്മൾ മെയിൽ ചെയ്തായിരുന്നു അദ്ദേഹത്തിന്റെ മെസ്സഞ്ചറിൽ. പക്ഷെ അദ്ദേഹത്തിന് എന്തോരം ആൾക്കാരുണ്ട് മെസ്സഞ്ചറിൽ, അദ്ദേഹം കാണാൻ യാതൊരു സാധ്യതയില്ലല്ലോ. അയച്ചു കൊടുത്തായിരുന്നു ഓഫ് കോഴ്സ്. ഓക്കെ ഗൈസ്, ദിയയുടെ വീട്ടില് കറണ്ട് പോയേക്കാണ്. കിട്ടിയോ? കിട്ടി. ഓക്കെ. അപ്പം റീഡിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അവര് പറയും നിങ്ങൾ ഏറ്റവും സ്ക്രീനിലേക്ക് ഒന്ന് നോക്കിയേ. ഞാൻ ഒരാളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇന്റർവ്യൂലേക്ക്. നമസ്കാരം. ഓക്കെ. ദിസ് ഇസ് ദിയ. ഒരു പുലിയാണ്, ഒരു പുലിക്കുട്ടിയാണ്. ദിയയുടെ 10th ക്ലാസ്സിൽ പഠിക്കുന്നതല്ലേ? യെസ്, 10th ക്ലാസ്സിൽ പഠിക്കുന്നു. ജസ്റ്റ് ഒന്ന് കറണ്ട് പോയി. സാറിന്റെ ഭയങ്കര വലിയ ഫാനാണ്. സാറിനെ മീറ്റ് ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമാണ്. സോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സാറിന്റെ അഡ്മിറ്റ് ഞെക്കിയത്. എങ്ങനെയുണ്ട് ദിയ? I heard your message. നന്നായി സംസാരിച്ചു. സാർ മെസ്സേജ് വായിച്ചു. Oh my God, sir. ദിയ സന്തോഷമായില്ലേ അപ്പൊ? Of course സന്തോഷമായി. My God, I was so surprised to meet him. സാർ, അപ്പൊ ദിയയുടെ വാക്ക് സാറിന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. That's the challenge. ഇല്ല, എനിക്കും കൂടിയില്ല. ദിയയുടെ വാക്കൊന്ന് കേട്ടാലോ നമുക്ക്? സാറിനൊന്ന് പറഞ്ഞു കൊടുക്കോ? Lopedo Damacho Salango Gario Criniodum Sanotrum Hypertrimatosal Piparo Melito Caracachai Menocachilipicosi Pufato Pedicera Lacriolic Degofalio Giglo Ballario Legorio Seraio Paphitragona Trigon. Wow. Which means എന്തോ ഫുഡ് ഐറ്റം ആണെന്ന് എനിക്കറിയാം. Which means a fictional food. അത് ശരി. സാർ ഞെട്ടിയോ? ഞെട്ടി. ഇതന്നെ ഞാൻ നേരത്തെ ഒരു ഓഡിയോ ടീപ്പിൽ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ദിയയ്ക്ക് അത് പറയാനുള്ള കഴിവും ഓർമ്മയും ഉണ്ടല്ലോ. അതൊരു ചെറിയ കാര്യമല്ല കേട്ടോ. അതെല്ലാവർക്കും സാധിക്കില്ല. Thank you so much. ഒരു 3 മണിക്കൂർ എടുത്ത് പറയുന്ന ഒരു 1 lakh ലെറ്റേഴ്സ് ഉള്ള ഒരു വേർഡ് ഉണ്ട് അത്ര സാർ. So she is going to try for that. പാവം തന്നെ. 3 മണിക്കൂർ പറയണോ? 3 മണിക്കൂർ കേൾക്കാൻ ആളുണ്ടാവുമെന്നാണ് പ്രശ്നം. കമ്പയർ മാറേണ്ടി വരില്ലേ? ഗ്രാഫിൽ പോയിട്ട് വേറെ വരേണ്ടി വരില്ല. ദിയയോട് എന്താണ് സാറിന് പറയാനുള്ളത്? ഒന്നാം കാര്യം, കൺഗ്രാറ്റുലേഷൻസ്. കാരണം ദിയ ചെയ്ത കാര്യം എല്ലാവർക്കും ചെയ്യാൻ സാധിക്കില്ല. ഇത് ഓർമ്മശക്തി കുട്ടിക്കുണ്ട്, ആ കോൺസെൻട്രേഷൻ കുട്ടിക്കുണ്ട്. ഒരു കാര്യം ഇങ്ങനെ ഇത്ര വലിയ ഒരു വാക്കിനെ പഠിച്ച് പറയാൻ സാധിക്കുന്നതും ഓർമ്മ വെക്കാൻ സാധിക്കുന്നതും അർത്ഥം അറിയുന്നതും ഇതെല്ലാം നല്ല കാര്യമാണ്.
പക്ഷേ എന്റെ ഒരു ചെറിയ ഉപദേശം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ ദിയയ്ക്ക് ഉപയോഗമുള്ള വലിയ വാക്കുകൾ അറിഞ്ഞാല് അത് എന്റെ അഭിപ്രായത്തിൽ ജനങ്ങൾക്കും ഇഷ്ടപ്പെടും, അതിന് യൂസ് ചെയ്യാൻ സാധിക്കണം. അതാണ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ദിയയോട് വേറൊന്ന് പറയാനുള്ളത്, താങ്കളുടെ ഈ ഓർമ്മശക്തിയും ഈ പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷനും താങ്കളുടെ ഭാവിക്ക് നല്ലോണം നന്നായി സഹായിക്കും. വാട്ട് എവർ യു ഡിസൈഡ് ടു ഡു. എന്താ താങ്കളുടെ താല്പര്യം? ഇപ്പൊ 10ാം ക്ലാസ്സിലെ ആയിട്ടുള്ളൂ, ഇനി അടുത്തത് എക്സലന്റ്. ശരി, എന്നെയും കാർഡ് നന്നായി ചെയ്യണം. എന്താണിത്? ഫോളോ പോരാ, യു ഹാവ് ടു എക്സീഡ് മൈ കരിയർ പാത്ത്. എനിക്ക് 10ാം ക്ലാസ്സിൽ താങ്കൾ പറഞ്ഞ വാക്ക് പറയാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗുഡ് ലക്ക് ദിയ. കീപ് ദീസ് ശരിക്കും പറയുകയാണെങ്കിൽ ദ ഹാബിറ്റ്സ് ഓഫ് വർക്ക്, കോൺസെൻട്രേഷൻ, ഫോക്കസ്, മെമ്മറി, ഇതെല്ലാം താങ്കൾക്ക് വേറെ ഏത് സബ്ജക്റ്റിലും താങ്കൾക്ക് ഉപയോഗിച്ചാല് ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ ലൈഫ്. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ വേറെ കാര്യം ഞാൻ പറയട്ടെ, താങ്കൾക്ക് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നമ്മൾ മലയാളികൾക്ക് എപ്പോഴും അത് ഇല്ല. ചിലപ്പോ ധൈര്യത്തോടെ സ്ട്രേഞ്ചേഴ്സിനോട് കോൺഫിഡൻസോട് സംസാരിക്കാൻ. സോ യു മസ്റ്റ് കീപ് ദാറ്റ് അപ്പ്. ആ കുട്ടിയുടെ കണക്ഷൻ ആദ്യം പോയി തോന്നുന്നു. അതെ അതെ സർ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഈ തിരക്കിനിടയിൽ ഞാൻ കുറച്ച് സമയം താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. എന്റെ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. Thank you, sir. Thank you so much. Thank you.